ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ കുറച്ച് എപ്പിസോഡുകളെല്ലാം നല്ല അടിപൊളി വിശേഷങ്ങളാണ് പറഞ്ഞത്. അതൊക്കെ ഞാൻ എൻ സ്ക്രീനിൽ കൊടുക്കാവേ. കാണാത്തവർ കഴിഞ്ഞ എപ്പിസോഡ് വിശേഷമൊക്കെ കണ്ടിട്ട് വേണേൽ ഇത് കാണാനേ. അങ്ങനെ എന്താന്ന് വെച്ചാൽ ശ്രുതിക്ക് ഒരു അബദ്ധം പറ്റി 30 ലക്ഷം രൂപ അങ്ങ് നഷ്ടപ്പെട്ടു. അതിനുശേഷമാണെങ്കിൽ അടുത്ത അബദ്ധം പറ്റിയിരിക്കുകയാണ്. 55 ലക്ഷം രൂപ കൊണ്ടുപോയി നീലിമയ്ക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും നീലിമ അത് തിരികെ കൊടുത്തു എന്നുള്ള വിവരം എല്ലാവരും അറിയാണ്. ആ പണം വീട്ടിലേൽപ്പിക്കാതെ ആരെ അറിയിക്കാതെ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് ശ്രുതിയും എന്ന് അറിഞ്ഞു കഴിയുമ്പം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ നേരെ. കേട്ടോ, എടി നീ പറ്റിക്കായിരുന്നല്ലേ, നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന പണം കൊണ്ടാണ് ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ എൻ്റെ ഭർത്താവിൻ്റെ പണം കൊണ്ടാണ് തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ച് നല്ലതായിട്ട് പറയുന്നുണ്ട് ശ്രുതിയെ. അങ്ങനെ ശ്രുതിയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയും ചെയ്യുക. അതിനുശേഷം ശ്രുതി അങ്ങ് പിണങ്ങി പോവാണ്. ശ്രുതിയോട് ഇനി വീട്ടിൽ കയറണ്ടെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കാണ് നമ്മുടെ ചന്ദ്ര. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്ദ്ര പറയാണ് ശ്രുതിയോട്, എടി കള്ളി, നീ അപ്പോൾ പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നല്ലേ. നിങ്ങൾ ആ പെണ്ണ് നീലിമ തിരികെ തന്ന പണം കൊണ്ട് ബിസിനസ് തുടങ്ങി. എന്നിട്ട് ഇവിടെ എല്ലാവരോടും എന്താ പറഞ്ഞത്? നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് അയച്ചു തന്ന പണമാണെന്നും മറ്റേ പണം തിരികെ കിട്ടിയില്ലെന്നൊക്കെ അല്ലേടി. ഇത്രയ്ക്ക് വലിയ പേരും കള്ളിയായി പോയല്ലോ നീ എന്ന് പറയുമ്പോൾ ശ്രുതി പറയാണ്, അത് അങ്ങനെ സംഭവിച്ചു പോയി. നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ചെയ്തതെന്ന് ചോദിക്കുക. ഒറ്റ അടി കൊടുക്കൂ ചന്ദ്രയപ്പം ദാശിണ്യരാതെ അടിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട്, അതെന്തിനാ അമ്മ എന്നെ അടിച്ചത്? എന്തിനാ ഇപ്പം എന്നെ അടിച്ചത്? ഞാൻ മാത്രമേ ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളൂ, അമ്മയുടെ മോനും തെറ്റ് ചെയ്തിട്ടില്ലേ? ആ പണം തിരികെ കിട്ടിയിട്ടും ശ്രുതിയും ഇവിടെ ആരോടും പറഞ്ഞൊന്നുമില്ലല്ലോ. ആരോടും പറയണ്ടെന്നുള്ള തീരുമാനം എടുത്ത് ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ചതല്ലേ എന്ന് പറയുമ്പം ഉടനെ ശ്രുതി പറയാം, അങ്ങനെയൊന്നുമില്ല, ശ്രുതി പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയാതിരുന്നത്. എല്ലാവരോടും പറയണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷേ ശ്രുതി പറഞ്ഞു അത് പറയണ്ട, തൽക്കാലം നമുക്ക് ആ പണം എടുത്ത് ബിസിനസ് തുടങ്ങാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത്. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം അത് പറയാത്തത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ബിസിനസ്സിലേ തുടങ്ങിയത്, നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ, നല്ലൊരു കാര്യമല്ലേ ചെയ്തത് എന്നൊക്കെ ശ്രുതി ചോദിക്കുക. എന്നിട്ട് ഒന്നും അറിയാത്ത ഭാഗത്തിന് ശ്രുതി അങ്ങ് അകത്തേക്ക് കയറി അങ്ങ് പോവുക. ശ്രുതി അവിടെ ഇട്ട് കൊടുത്തേച്ചങ്ങ് പോവുക കേട്ടോ. അതേസമയം ചന്ദ്ര നല്ല കളിച്ച് നിൽക്കുക. അപ്പോൾ ചന്ദ്ര കരണത്തിന് നോക്കി പൊട്ടിച്ചു കഴിയുമ്പം രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്ര നീ കാണിക്കുന്നത്? നീ മോശമായി കാണിക്കുന്നത്. എന്തിനാ ആ പെൺകുട്ടിയുടെ കരണത്തടിച്ചത്? ഇതൊന്നും ശരിയായ കാര്യമല്ല. ഈ വീട്ടിൽ താമസിക്കാൻ വന്നവരാ ഈ പെൺകുട്ടികൾ. അവരെ ഇതുപോലെ കൈ ഒങ്ങുക എന്നുള്ളത് ശരിയായ കാര്യമല്ല എന്ന് പറയുക. അപ്പം ചന്ദ്ര പറയാം, ഇവള് കാണിച്ച തെമ്മാടിത്തരം നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയ ആ പണമാണ് ഇവിടെ എല്ലാവർക്കും അവകാശപ്പെട്ട ആ പണം. എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാടിയത്. അത് നിൻ്റെ ഭർത്താവ് കൊണ്ട് ഒരുത്തിക്ക് കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ട് നീ എന്താ അത് മിണ്ടാതിരുന്നത്? ഇവിടെ നിങ്ങൾ കള്ളത്തരത്തിൽ അത് ബിസിനസ് ചെയ്തു. എന്നിട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞൂല്ലല്ലോ. ഹാ, കൊള്ളാം, നിന്നെപ്പോലെ ഒരു പെരും കള്ളി എന്ന് പറയുമ്പോൾ ശ്രുതി പറയാ, അമ്മേ എന്താ ഈ പറയുന്നത്? ആൻറ്റി ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ പെരുങ്കള്ളിയൊന്നുമല്ല. നിങ്ങളുടെ മകനും കൂടിയാണ് ഇതിനൊക്കെ കൂട്ടുന്നത്. അതെന്താ നിങ്ങളുടെ മകനോട് ചോദിക്കാത്തത്? ആ ശ്രുതിക്ക് യാതൊരു കഴിവുമില്ല. അതുകൊണ്ടാണല്ലോ ശ്രുതി എല്ലായിടത്തും കൊണ്ടുവന്ന് ഈ പണമെല്ലാം കളയുന്നത്. കുറച്ചധികം വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം ആളുകൾക്ക് വിവരമൊന്നും ഉണ്ടാവില്ല. ശ്രുതി അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ തന്നെ കെട്ടിടം വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് 30 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞില്ലേ, തൊലച്ചില്ലേ? അതുപോലെ ഇതിനു മുമ്പ് ഒരുപാട് പണം തൊലച്ചിട്ടില്ലേ ശ്രുതി? ഇതും അതുപോലെ കൊണ്ട് ഏതോ പെണ്ണിന് കൊടുത്തു. എൻ്റെ കഴിവ് കൊണ്ടാണ് അത് തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല. അത് തിരിച്ചു കിട്ടിയത് കൊണ്ട് ബിസിനസ് എങ്കിലും തുടങ്ങാൻ പറ്റി എന്ന് പറയാം. അപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മോനെ നീ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്നോ? നിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ആയത്. അതിനു മുമ്പ് അവൻ ഇങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നിൻ്റെ താളത്തിന് തുള്ളുവാണ് അവൻ. നീ ഇങ്ങനെ ദുഷിച്ച രീതിയിൽ അവനെ പറഞ്ഞു കൊടുത്ത് വഷളാക്കുന്നതാ. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ ശ്രുതി പറയാം, പിന്നെ നിങ്ങളുടെ കുഞ്ഞ് അങ്ങനെയായി പോയെന്ന് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരണ്ട കേട്ടോ. നിങ്ങളുടെ വളർത്തു ഗുണം കൊണ്ടാ ശ്രുതി ഇങ്ങനെ ആയിപ്പോയത്. അതിന് എന്നെ പറഞ്ഞുകൊണ്ട് വരേ ചെയ്യണ്ട. ഇതിനു മുമ്പും എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പും ശ്രുതി പറ്റിക്കപ്പെട്ടിട്ടില്ലേ?
ഇപ്പം നിങ്ങളുടെ മകൻ്റെ കൂടെ ഞാൻ കൂടിയത് പിന്നെയാ എങ്ങനെയെങ്കിലും അവൻ ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പം ഈ ബിസിനസ് എങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ബീച്ചിലും പാർക്കിലും എല്ലാം പോയി കിടന്ന് ഉറങ്ങുമല്ലായിരുന്നോ? പെരുങ്കള്ളൻ, പണിയെടുക്കാൻ കഴിയാത്ത തിരുമണ്ടൻ, എല്ലായിടത്തും പറ്റിക്കപ്പെട്ട് നടക്കുകയല്ലായിരുന്നോ? ഇപ്പം ഞാൻ കൂടി കുറേയൊക്കെ ഉപദേശങ്ങൾ കൊടുത്ത് നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ തലയിൽ കയറുന്നോ? ഞാൻ ഏതാണ്ട് വലിയ തെറ്റ് ചെയ്തതുപോലെ. ഇപ്പം തന്നെ കണ്ടില്ലേ എല്ലാവരുടെ മുമ്പിൽ എന്നെ ഇട്ട് എറിഞ്ഞേച്ച് അവനങ്ങ് പോയത് എന്നൊക്കെ പറയും. അപ്പം ചന്ദ്ര പറയാം, നീ ഒരക്ഷരം ഇനി ഈ വീട്ടിൽ മിണ്ടിപ്പോരുത്. നിന്റെ നാവ് വായിലിട്ടോണം. നിന്നെപ്പോലെ ഒരു പെരുങ്കള്ളിയെ ഈ വീട്ടിൽ കയറ്റിയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ഇത്രയും നാൾ ഞാൻ രേവതിയെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നിന്നെ എനിക്ക് കുറ്റം പറയേണ്ടി വന്നല്ലോ. നിന്നെയൊക്കെ ഞാനെടുത്ത് തലയിൽ വെച്ചതിൻ്റെയാ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ശ്രുതി അകത്തേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ ശ്രുതി മുറിക്കകത്ത് കയറി ഇങ്ങനെ ഇരിക്കും അനങ്ങാതെ. ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് ശ്രുതി പറയാ, അതെ എന്താ ശ്രുതി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം എന്നെ അവിടെ ഇട്ട് എറിഞ്ഞിട്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങോട്ട് അകത്തോട്ട് കയറി പോന്നോ? അപ്പം ശ്രുതി പറയാ, പിന്നെ അല്ലാതെ നീ പറഞ്ഞേ കേട്ടിട്ടല്ലേ ഞാനന്ന് ബിസിനസ് തുടങ്ങിയത്. അന്ന് ഞാൻ പറഞ്ഞല്ലേ ആ പണം അച്ഛനെ തിരികെ ഏൽപ്പിക്കാമെന്ന്. അപ്പോൾ നീയല്ലേ പറഞ്ഞത് ഇപ്പോൾ പണമൊന്നും തിരികെ ഏൽപ്പിക്കണ്ട, അതുകൊണ്ട് നമുക്ക് ബിസിനസ് തുടങ്ങാം, അതിനൊക്കെ ശേഷം പണം തിരികെ ഏൽപ്പിച്ചാൽ മതിയെന്ന്. അപ്പോഴത്തേക്ക് ശ്രുതി പറയാം, കൊള്ളാം, നീ നിൻ്റെ അമ്മയുടെ മുമ്പിൽ എന്നെ ഇട്ടെറിഞ്ഞേച്ച് പോന്നു. അവരെൻ്റെ നേരെ കൈയോങ്ങി എൻ്റെ കരണത്തടിച്ചു, ഒരാവശ്യമില്ലാതെ എന്നെ കുറ്റപ്പെടുത്തി. എന്നിട്ട് ഇപ്പോൾ നീ അവരുടെ സൈഡിൽ നിൽക്കുന്നോ? എന്നെ കുറ്റപ്പെടുത്തുന്നോ? എന്നെ അവർ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴൊന്നും നിനക്കൊരു വാക്ക് മിണ്ടാൻ തോന്നിയില്ലല്ലോ. എനിക്കിവിടെ വന്ന് ആരുടെ ആട്ടും തുപ്പും ചീത്തയൊന്നും കേട്ട് ജീവിക്കേണ്ട കാര്യമില്ല. അവരെന്നെ എന്തിനാ കുറ്റപ്പെടുത്തിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നൊക്കെ ചോദിച്ച് ആകെപ്പാടെ ശ്രുതി അങ്ങ് ഉറഞ്ഞു തുള്ളുക. എന്ന് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഞാൻ പോവാ, ഞാനിവിടെ നിൽക്കത്തില്ല. ഇനി ഇവിടെ നിന്ന് എല്ലാവരുടെയും ആട്ടും തൂപ്പൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ആ രേവതിയും വർഷയൊക്കെ ആണെങ്കിൽ ചിരിക്കുക, നിന്ന് അടക്കി പിടിച്ച് ചിരിക്കുക. എനിക്കതൊന്നും കണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് ബാഗൊക്കെ എടുത്തിട്ട് ശ്രുതി ഇറങ്ങി പോവാം. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി പോവല്ലേ, നീ മിണ്ടണ്ട എന്നോട്, ഒരക്ഷരം മിണ്ടണ്ടെന്നും പറഞ്ഞ് ശ്രുതി ഇറങ്ങി വീട്ടിലേക്ക് പോവാം. അപ്പോൾ ശ്രുതിക്ക് ആകെ പാടെ ടെൻഷനായിപ്പോയി. ശ്രുതിയാണെങ്കിൽ വന്നിട്ട് ചന്ദ്രയോട് പറയാം, അമ്മേ എന്താ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കമ്മയെന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നവൻ. അല്ല അമ്മേ, ശ്രുതി പോയമ്മേ, അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് ചന്ദ്ര പറയാം, അവൾ പോയോ? അതിനിപ്പോൾ എന്താ, അവളുടെ അഹങ്കാരത്തിന് അവൾ പോയി. എന്നോട് പോലും ഒരു വാക്ക് പറയാതെ അവൾ ഇറങ്ങിപ്പോയി. നീ എന്തിനാണ് അവളെ പറഞ്ഞു വിട്ടത്? നിനക്ക് പറയാൻ മേലായിരുന്നു അവളോട് പോകണ്ടെന്ന്. ഓ, നീ പറഞ്ഞ അവൾ അനുസരിക്കില്ലായിരിക്കും അല്ലേ? അപ്പോഴേക്കും പറയുക ശ്രുതിയെ, അത് ഞാൻ പോലും കണ്ടില്ല അവൾ ഇറങ്ങി പോകുന്നത്. അവൾ പോവാന്ന് പറഞ്ഞു, പക്ഷേ ഇറങ്ങി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ അവൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ചന്ദ്ര പറയാം, ഇറങ്ങിപ്പോയെങ്കിൽ പോട്ടെ, അവളുടെ വീട്ടിൽ പോയി താമസിക്കട്ടെ, നീ വിളിക്കാനൊന്നും പോകണ്ട. നീ ഇനി അവളുടെ പുറകെ വാലാട്ടിയെങ്ങാനും പോയാലുണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവൾ അഹങ്കാരമായിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പാടില്ല. അവൾ എന്തെല്ലാം എന്നോട് പറഞ്ഞത്, ഞാൻ നിന്നെ വളർത്തിയതിൻ്റെ കുഴപ്പം കൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയതെന്ന്. എനിക്കെന്ത് ദേഷ്യമെന്നറിയാവോ? അപ്പം ശ്രുതി പറയാം, അപ്പം ശ്രുതിയെ ഇനി വിളിക്കാൻ ഞാൻ പോവണ്ടേ? അപ്പം ചന്ദ്രനെ, മിണ്ടാതെ അടങ്ങി നിൽക്കടാ, അവളൊരു ഹാൻഡ് ബാഗ് മാത്രമല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ, കെട്ടും പാണ്ടൊന്നും എടുത്തോണ്ടൊന്നും അവൾ പോയിട്ടില്ലല്ലോ. അവളുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നോളും. അല്ലാതെ സ്ഥിരമായിട്ട് അവൾ പോകുമായിരുന്നെങ്കിൽ കെട്ടും പാണ്ടവും എല്ലാം എടുത്തങ്ങ് പോയേനെ. നീ ഇനി പുറകെ ഒന്നും പോകണ്ട, അവൾ തിരിച്ചു വന്നോളും. അപ്പോൾ രവി പറയാം, എൻ്റെ ചന്ദ്രൻ, നീ ഇങ്ങനെ പറയാതെ, നീ കാണിച്ചൊക്കെ വളരെ മോശമായിപ്പോയി. ഈ വീട്ടിൽ ജീവിക്കാൻ വന്നവരാ ഇവിടുത്തെ 3 മരുമക്കളും. അവരുടെ നേരെ കൈ ഓങ്ങാനുള്ള അവകാശമൊന്നും നിനക്കില്ല. അപ്പോൾ ചന്ദ്ര പറയാം, പിന്നെ അവൾ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടില്ലേ? എന്നോട് എന്തെല്ലാം വൃത്തികെട്ട വർത്തമാനങ്ങളാണ് അവൾ പറഞ്ഞത്. അവളുടെ നേരെ കൈയൊങ്ങാനല്ല, അവളുടെ നാവ് പിഴുതെടുക്കുകയായിരുന്നു ചെയ്യേണ്ടത്. ഇത്രയല്ലേ ഞാൻ ചെയ്തോളൂ. എന്ത് ചന്ദ്രയെ, ക്ഷമിക്ക്. അവൾ പിണങ്ങി വീട്ടിൽ പോയെങ്കിൽ ശ്രുതി ചെന്ന് വിളിച്ചാൽ അവൾ വരും. അവൻ ചെന്ന് വിളിക്കട്ടെ. നിങ്ങൾ മിണ്ടിപ്പോകരുത്, ഒരക്ഷരം മിണ്ടിപ്പോകരുത്. എടാ ശ്രുതി, നീ പോകുവാടാന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതിക്ക് അമ്മ പറയുന്നത് കേൾക്കണമല്ലോ. ഉടനെ തന്നെ ശ്രുതി പറയാം, ഇല്ലമ്മേ, ഞാൻ പോവില്ല, അവൾ വരുന്നെങ്കിൽ വന്നാൽ മതി. അത് മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുക. ശ്രുതിയും കയറി പോവുക. അപ്പോൾ വർഷയും രേവതിയും കൂടെ അവിടെ നിന്ന് പറയാണ്, എന്തൊരു കാര്യമാണെന്ന് നോക്കണേ. സച്ചിയുണ്ട്. അപ്പോൾ സച്ചിയോട് പറയാണ് രേവതി, അത് സച്ചിയേട്ടൻ്റെ വണ്ടിയിൽ തന്നെ ആ നീലിമ വന്ന് കയറാനും കള്ളത്തരം എല്ലാം പിടിക്കാനും ഒക്കെ പറ്റിയത് എന്തോ ഒരു കാര്യമാണെന്ന് നോക്കിക്കേ, എന്തോ ഒരു അത്ഭുതം പോലെ എനിക്ക് തോന്നുന്നു. സച്ചി പറയാം, ശരിയാ, എന്നെ എപ്പോഴും ഓട്ടം വിളിച്ചുകൊണ്ടിരുന്ന നീലിമ, പക്ഷേ ആ നീലിമയാണ് ഇവനെ പറ്റിച്ചുകൊണ്ട് പോയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്രാവശ്യം ഏതായാലും ആ റീൽസൊക്കെ നമ്മൾ എടുക്കാനും
അത് കണ്ടിട്ട് ദേവുവിനാളെ മനസ്സിലാവാനും അങ്ങനെ നീലിമയെ കയ്യോടെ പോക്കി ഇവിടെ കൊണ്ടുവരാനും ഒക്കെ പറ്റിയതുകൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ട്. സത്യങ്ങളെല്ലാം എല്ലാവരുടെയും മുമ്പിൽ പറയാൻ പറ്റി. ഇല്ലെങ്കിൽ ഇപ്പം ആ ശ്രുതിയും എല്ലാ കള്ളത്തരവും മറച്ചു വെച്ചേനെ. അപ്പോൾ ഉടനെ തന്നെ വർഷം പറയും, ശരിയാ, അച്ഛൻ്റെ പണം കിട്ടിയിട്ട് അത് അച്ഛനോട് പോലും പറയാതെ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്നും പറഞ്ഞ് അവർ ബിസിനസ് തുടങ്ങിയില്ലേ. ഏതായാലും 2 പേരും കൊള്ളാമെന്ന് പറയാണ്. അപ്പം സച്ചിൻ പറയാം, ഏതായാലും നന്നായി, സത്യങ്ങളെല്ലാം അറിഞ്ഞത് നന്നായി എന്ന് പറയാം. അപ്പോൾ രേവതിയും പറയുന്നുണ്ട്, ശരിയാ, അല്ലെങ്കിൽ ഇപ്പം ഈ കള്ളത്തരം വെച്ചുകൊണ്ട് അവരങ്ങ് ജീവിച്ചേനെ. സത്യം അറിഞ്ഞത് നന്നായി, ഒരു പ്രശ്നം ഉണ്ടായെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ രേവതിയും അതുപോലെ വർഷയും കൂടെ ഫോണിൽ റീൽസൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് കോമഡിയൊക്കെ കണ്ടിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്ര അങ്ങോട്ട് വരുന്നത്. ചന്ദ്ര വന്ന പാടെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ്. ഇവരിരുന്ന് ചിരിക്കുകയും ഫോൺ കാണുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരിക. അതുപോലുള്ള പ്രശ്നങ്ങളാണല്ലോ അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചന്ദ്ര വന്നിട്ട് ചോദിക്കുക, എടി എന്താണ് ഇത്ര ചിരിക്കാൻ? ഇവിടെ ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ടും നിങ്ങൾ 2 കൂടെ ഒന്നിച്ചിരുന്ന് ചിരിക്കുന്നോ? എന്താ ഇത്ര ചിരിച്ച് മറച്ചു കൂട്ടുന്നത്? അപ്പോൾ രേവതി പറയാം, അതമ്മേ, ഞങ്ങൾ ഫോണിൽ വീഡിയോ കാണുമായിരുന്നു എന്ന് പറയാം. ഓ, ഫോണിൽ വീഡിയോ കണ്ട് അങ്ങ് പൊട്ടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഇവിടെ എത്രയധികം പ്രശ്നം ഉണ്ടായപ്പോഴും ആ ശ്രുതി എന്ന് പറയുന്നവള് എൻ്റെ നേരെ നിന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് 2നും അങ്ങ് ബോധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് റീൽസ് കണ്ട് ചിരിക്കുകയാണ് 2ഉം. അപ്പോൾ ഉടനെ തന്നെ വർഷ പറയും, അതിനെന്താ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾക്കൊക്കെ എന്താ കുഴപ്പം? ഞങ്ങൾ ആരുടെയും പണം എടുത്തിട്ട് പോയിട്ടുമില്ല, മോഷ്ടിച്ചിട്ടുമില്ല, കള്ളത്തരം പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതൊക്കെ ചെയ്തത് അമ്മയുടെ മൂത്ത മരുമോളും മോനും അല്ലേ? അപ്പോൾ പിന്നെ അവർ ടെൻഷൻ അടിച്ചാൽ പോരെ? അപ്പോൾ ചന്ദ്രൻ പറയുക, അങ്ങനെയേ ശ്രുതി ദേഷ്യപ്പെട്ട് ഇവിടുന്ന് ഇറങ്ങി വരെ പോയി, എന്നിട്ട് നീയൊക്കെ വീഡിയോ കണ്ട് ചിരിക്കുകയല്ലേ? അതെ, ഞങ്ങൾ വീഡിയോ കണ്ട് ചിരിക്കുക. അതിനിപ്പം ആൻറ്റിക്ക് എന്താ? ഞങ്ങൾ ഇനിയും വീഡിയോ കണ്ട് ചിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവരോട് ചെന്ന് ചോദിക്ക്, മൂത്ത മോനോട് ചെന്ന് കാര്യങ്ങൾ ആൻറ്റി ചോദിക്ക്. അല്ലാതെ വെറുതെ എപ്പോഴും രേവതി ചേച്ചിയും എന്നെയും ചീത്ത പറയാനായിട്ട് ആൻറ്റി വരണ്ട എന്ന് പറയാണ്. അപ്പോഴേക്ക് ചന്ദ്രയുടെ തല താന്നിട്ട് ചന്ദ്ര പോയി റൂമിൽ പോയിരിക്കുക. എന്നിട്ട് രവിയോട് പറയാം, കണ്ടോ, മരുമക്കളൊക്കെ എൻ്റെ നേരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ രേവതി ഞാൻ അടക്കി നിർത്തിക്കൊണ്ടിരുന്ന, ഇനിയിപ്പോൾ അവളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമോ എനിക്ക്? ശ്രുതിയെ ഞാൻ എപ്പോഴും നല്ല രീതിയിൽ നന്നായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്ന, എന്നിട്ടും അവൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ. അപ്പോൾ രവി പറയും, എന്ത് ചതി ചെയ്തെന്നാ? അവരവരുടെ കാര്യം നോക്കി. അല്ലേലും നിൻ്റെ മൂത്ത മോനും മരുമോളും ഇത്തിരി അഹംഭാവം കൂടിയ കണക്കുള്ളവരാ. കള്ളത്തരങ്ങളൊക്കെ ഒപ്പിക്കാൻ മിടിക്കുക നിന്റെ മൂത്ത മരുമോള്. പക്ഷെ നിനക്കത് മനസ്സിലായിട്ടില്ലല്ലോ ഇതുവരെ. അവൾ നിന്റെ കൂടെ നിന്ന് പറ്റിക്കായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? അപ്പോൾ ചന്ദ്ര മനസ്സിലായി, ഇനി ഞാൻ അത് അറിഞ്ഞേ അവളോട് നിൽക്കുള്ളൂ. ഞാൻ അവളെ അധികം എടുത്ത് തലയെ വെച്ചു, അതിനുള്ളത് എനിക്ക് കിട്ടുകയും ചെയ്തു എന്നൊക്കെ പറയാം. അതേസമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ പിണങ്ങി വീട്ടിൽ ചെല്ലുമ്പോഴേക്കും വിമല ചോദിക്കുക, ശ്രുതിയുടെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പം ചോദിക്കുക, എന്താ മോളെ നീ ഇപ്പോൾ വന്നേന്ന് ചോദിക്കുക. അത് ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ശ്രുതി ചോദിക്കുക, എന്താ എനിക്ക് വരാൻ പാടില്ലേ? ഞാനിവിടെ വന്നത് അമ്മയ്ക്ക് എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോഴേക്കും വിമല പറയുന്നുണ്ട്, അതുകൊണ്ടല്ല മോളെ, നീ ഈ സമയത്തൊന്നും വരാറില്ല ഇങ്ങനെ, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയാം. അപ്പോൾ പറയാം, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് വേറൊന്നുമല്ല, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാന്ന് പറയാം. അപ്പോൾ വിമലയ്ക്ക് ആകപ്പാടെ ടെൻഷനായി. വിമല ചോദിക്കുക, അതെന്താ മോളെ അവിടെ നിൽക്കാൻ പറ്റാത്ത, എന്താ പ്രശ്നം? അവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ കാര്യം എന്ന് ചോദിക്കാം. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അന്ന് ആ പണം കിട്ടിയപ്പം അത് ഞങ്ങൾ എടുത്ത് മറിച്ച് ബിസിനസ് തുടങ്ങി. ഞാൻ ആ ശ്രുതിയോട് പറഞ്ഞത് ആരോടും പറയണ്ട ബിസിനസ് തുടങ്ങാമെന്ന്. പക്ഷെ ഇപ്പം ആ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു. നീലിമ എന്ന് പറയുന്ന അവളെ സച്ചി അവിടെ ഹാജരാക്കി. എല്ലാവരുടെ മുമ്പിൽ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തി. പിന്നെ അവിടെ ഒരു ബഹളം തന്നെയായിരുന്നു. പണം കിട്ടിയ വിവരം ഞങ്ങൾ മറച്ചു വെച്ചതിന് അച്ഛനും ആൻറ്റിയും എല്ലാവരും ബഹളം വെച്ച്. ആൻറ്റിയാണ് എൻ്റെ കർണത്തടിച്ചു, ഞാനാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ വിമല പറയുക, അതെന്താ മോളെ അങ്ങനെ? നിങ്ങളതങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ആ പണം രവിയുടെ പണം അല്ലായിരുന്നോ? അത് കിട്ടിയപ്പം അവരെ അറിയിക്കണ്ടായിരുന്നോ? അത് അറിയിക്കാതെ നിൻ്റെ ആ മലേഷ്യയിലെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ ബിസിനസ് തുടങ്ങിയത്? നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും പണം സംഘടിപ്പിച്ചു കൊടുക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പം ശ്രുതി ചോദിക്കുക, പിന്നെ എവിടെ നിന്ന് പണം സംഘടിപ്പിക്കാനാ? അമ്മ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ എനിക്ക് മാർഗമുള്ളൂ, ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാനെന്നും നരയിക്കണം എന്നാണോ അമ്മയുടെ ആഗ്രഹം? എനിക്കും ജീവിക്കണ്ടേ? അതെ മോളെ, നിനക്ക് ജീവിക്കണം. പക്ഷേ നീ ഇപ്പോൾ ചെയ്തത് തെറ്റായിപ്പോയി. അതിനെ ചോദ്യം ചെയ്ത ചന്ദ്രയെ കുറ്റം പറയാനൊന്നും പറ്റില്ല. എപ്പോഴും നിന്റെ കൂട്ടിന് നിന്ന് നിന്റെ ഒപ്പം താളം തുള്ളിക്കൊണ്ടിരുന്നതല്ലേ ചന്ദ്ര. അവർക്ക് അത്രയ്ക്ക് സഹിക്കാൻ പാടില്ലാണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞത്.
പിന്നെ മോളെ, നീ മോശം പറയാൻ പാടില്ലായിരുന്നു ചന്ദ്രയോട്. ചന്ദ്ര വളർത്തി വലുതാക്കിയ മോനല്ലേ അത്. എന്നിട്ട് അവനിങ്ങനെ ആയിപ്പോയ ചന്ദ്ര കാരണമാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? അവർ ദേഷ്യപ്പെടാതിരിക്കുമോ? അവരുടെ മോൻ്റെ കുറ്റം പറയുമ്പം എന്തായാലും അവർ സമ്മതിച്ചു തരില്ല. നീ ചെന്ന് കയറിയ പെണ്ണാണ്. ശ്രുതിയാണെ ആ വീട്ടിലെ പയ്യനും. ആ വീട്ടിലെ പയ്യനെ കുറ്റം പറയാൻ അവൻ്റെ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കില്ല. പിന്നെയും ചെന്ന് കയറിയ പെണ്ണുങ്ങളെ കുറ്റം പറയുള്ളൂ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണ്ടേ മോളെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ. അപ്പോൾ ശ്രുതി പറയാം, അപ്പോൾ അവർ ചെയ്തതും പെരുമാറിയതും ഒന്നും ഇല്ലെന്നാണ് അമ്മ പറയുന്നത്. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ സമയത്ത് നിനക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇപ്പം ആദി വരും. ആദിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുക. അവനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാനുള്ള പ്രായമൊക്കെ ആയി. അതുകൊണ്ട് അവൻ വരുമ്പോഴേ ചോദിക്കും എന്താ വന്നത്, എന്താ പ്രശ്നം എന്നൊക്കെ. അങ്ങനെ അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയാവുമോ? മറ്റുള്ള നാട്ടുകാരും ഇതൊക്കെ അറിയില്ലേ? അങ്ങനെ ആവുമ്പോൾ പിന്നെ നിനക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റുമോ? നീ നിന്റെ അവസ്ഥ കൂടി ആലോചിക്കും മോളെ. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാൻ നോക്ക്. അമ്മ പറയുന്നത് നീ കേക്ക്. നീ തിരിച്ചു ചെല്ല്, ഇവിടെ നിൽക്കണ്ട. അവിടെ ചെന്ന് അവരോട് മാപ്പ് ചോദിച്ച് അവിടെ കയറി കൂടാൻ നോക്ക്. എന്നാലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മോളെ എന്ന് പറയാം. എൻ്റെ കല്യാണി, നീ ചെല്ല് എന്ന് പറയാണ്. അപ്പോൾ പിന്നെ ശ്രുതിയും ആലോചിക്കുകയാണ് കേട്ടോ, ഇവിടെ നിന്ന് ശരിയാവില്ല, ഇനി ആദ്യം വരുമ്പോൾ പ്രശ്നമാവും. അത് തന്നെയല്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ പിന്നെ തിരിച്ചു കയറാൻ ഒരു മാർഗം ഉണ്ടാവില്ല. ശ്രുതിയാണെങ്കിൽ അവൻ്റെ അമ്മ പറയുന്ന മാത്രമേ കേൾക്കുള്ളൂ. അവൻ്റെ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞില്ലെങ്കിൽ ശ്രുതി ഈ ഭാഗത്തോട്ട് വരികയില്ല എന്ന് മനസ്സിലാക്കിയ ശ്രുതി പറയുകയാണ് വിമലയോട്. ശരിയാ, ഞാൻ എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുത്താൽ അതൊന്നും കുഴപ്പമില്ല, ഞാൻ തിരിച്ചു പോയിക്കോളാം. ആർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാനിവിടെ നിൽക്കുന്നില്ലെന്ന് പറയാം. അപ്പം വിമല പറയുന്നുണ്ട്, മോളെ നീ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമല്ല, പക്ഷേ ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞു തന്നതാ. അതനുസരിച്ച് നീ മുന്നോട്ട് പോ മോളെ എന്ന് പറയാം. ശരിയാ, എന്നാൽ ഞാൻ പോവാണ് എന്നും പറഞ്ഞ് അപ്പം തന്നെ അവിടുന്ന് ശ്രുതി ഇറങ്ങുകയാണ്. അതേസമയം ശ്രുതി വരാത്തതുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ആ പാടെ വിഷമിച്ചിരിക്കുന്നത് ഇരിക്കുക. ശ്രുതിയും പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെ അവളെ കൊണ്ടുവരാൻ അമ്മ സമ്മതിക്കുകയില്ല. അമ്മയുടെ ഇഷ്ടമില്ലാതെ പോയി ഞാൻ കൂട്ടിക്കൊണ്ടു വന്നാൽ അത് അതിലും വലിയ വിഷയമാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണേ. അപ്പോഴാണ് ശ്രുതി കയറി വരുന്നത്. ശ്രുതി കയറി വരുന്ന കാണുമ്പോൾ തന്നെ ചന്ദ്ര അവിടെ നിൽക്കുക. ചന്ദ്ര മുഖം അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതി അമ്മേ ആൻറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഉടനെ ചന്ദ്ര ചോദിക്കുക, എന്താടി നീ ഇറങ്ങിപ്പോയതല്ലേ ഈ വീട്ടിൽ നിന്ന്? കെട്ടും കിടക്കയൊക്കെ എടുത്ത് ഇറങ്ങിപ്പോയവർ പിന്നെ എന്തിനാ തിരിച്ചു കയറി വന്നത്? നിന്നോട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഇവൻ നിന്റെ ഭർത്താവ് ഈ കിഴങ്ങ് നിന്നെ വന്ന് വിളിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇറങ്ങിപ്പോയവളെ എന്തിനാണ് ഈ തിരിച്ചു കയറി വന്നത്? എന്ത് അഹങ്കാരിയാണ് നീ എന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, എന്നോട് ക്ഷമിക്കണം, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. അന്ന് എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. ശ്രുതി പറഞ്ഞതാ ഈ പണം ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കാമെന്ന്. പിന്നെ ഞാനാ പറഞ്ഞത് നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ബിസിനസ് തുടങ്ങുന്നതും നല്ലതല്ലേ? ബിസിനസ് തുടങ്ങിയത് കൊണ്ടല്ലേ ഇപ്പം ശ്രുതി ജോലി ചെയ്യുന്നത്. ഇല്ല, ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയി വെറുതെ ഇരുന്നിട്ട് ഇവൻ വരില്ലായിരുന്നോ? ആൻറ്റിയുടെ മോനെ നശിപ്പിക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല, നന്നാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം, അത് പറഞ്ഞില്ല എന്നുള്ളത് എൻ്റെ തെറ്റാ. ഇപ്പോൾ ഒരു ദേഷ്യത്തിന് ഞാൻ ഇറങ്ങിപ്പോയെങ്കിലും ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ വീണ്ടും ശ്രുതി ഇവിടെ വിഷമിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. അപ്പം ചന്ദ്ര പറയാം, നിന്നോട് ഞാൻ ക്ഷമിക്കാനോ? എങ്ങനെ നിന്നോട് ഞാൻ ക്ഷമിക്കാനാ? ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. നീ ചെയ്തതേ വളരെ വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ നിന്നെ സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ട് നിനക്ക് ആ പണത്തിൻ്റെ കാര്യം എന്നോട് പറയാമായിരുന്നല്ലോ. നിങ്ങൾ ബിസിനസ് തുടങ്ങിയതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ ബിസിനസ് തുടങ്ങിയത് നല്ല കാര്യം തന്നെയാണ്. ആ പണം കൊണ്ട് തുടങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ, നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആ പണം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നേനെ. എന്നിട്ട് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങായിരുന്നു. അതൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. നിൻ്റെ വല്ലാത്തൊരു മനസ്സാ. നീ ഒരു ഫ്രോഡാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ശ്രുതി പറയാം, അയ്യോ അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അകത്തോട്ട് കയറി പോയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച് ശ്രുതി അകത്തോട്ട് കയറി പോകാൻ പോകുമ്പോൾ ചന്ദ്ര പറയാം, വേണ്ട, നീ ഇറങ്ങിക്കോ ഇവിടുന്ന്, അത് തന്നെയാണ് നല്ലത്. നിന്നെ ഇനി എനിക്ക് പഴയതുപോലെ കാണാനൊന്നും പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ശ്രുതി സോറിയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർഷയും രേവതിയും കൂടെ നിൽക്കുക. അപ്പോൾ വർഷ പറയുന്നുണ്ട്, കണ്ടോ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് കണ്ടോ? ആ പണം കൊണ്ട് ബിസിനസ് തുടങ്ങിയിട്ട് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. ആൻറ്റിയുടെ മൂത്ത മരുമകളായതുകൊണ്ട് ആൻറ്റി അകത്തേക്ക് കയറ്റി വിട്ടു. രേവതി ചേച്ചിയോ ഞാനോ വല്ലായിരുന്നെങ്കിൽ ഇവിടെ നിർത്തുമായിരുന്നോ? എന്തായാലും ശ്രുതി ഒരു പെരും കള്ളി തന്നെയാണ് കേട്ടോ.
എന്നൊക്കെ പറഞ്ഞ് വർഷയും അതുപോലെ തന്നെ രേവതിയും കൂടെ സംസാരിക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആകെ പാടെ നാണം കെട്ടി ഇവരുടെ മുൻപിൽ നാറിയാണ് കയറിപ്പോകുന്നത്. ഒരു രക്ഷയെ ശ്രുതിക്ക് ഇല്ല കേട്ടോ ഇനി. അതുകൊണ്ട് തന്നെ കയറിപ്പോവുക. അതേസമയം ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് ക്ഷമിക്കാൻ തയ്യാറായിട്ടുമില്ല. രവിയോട് പറയുന്നുണ്ട്, ഞാൻ അവളോട് ക്ഷമിക്കുമൊന്നുമില്ല, എനിക്കിനി പഴയതുപോലെ അവളെ കാണാനും പറ്റില്ല, കണ്ടോണം ഞാനിനി അവളെ നേർവഴിക്ക് നയിക്കുന്നത്, അവൾ ഈ വീട്ടിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്